ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന അടിപൊളി ഒരു പരമ്പരയുടെ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ കേട്ടാലും നമുക്ക് ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡില് ഒരു പ്രത്യേക എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഡയലോഗ്സ് ഒന്നുമില്ല ഇന്ന്. കാരണം ഒരു അച്ഛന്റെയും മകളുടെയും ആ ഒരു സ്നേഹവും അച്ഛൻ മകളോട് കാണിക്കുന്ന ആ വാത്സല്യവും ഒക്കെയാണ്. തൻ്റെ അച്ഛൻ ഒരു മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് തൻ്റെ അച്ഛന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഒരു ഭയപ്പാടോടുകൂടി നമ്മുടെ ഭൂമി അച്ഛനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷത്തിലോട്ട് പോയാലോ. അങ്ങനെ നമ്മുടെ അച്യുതന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഭവാനിയുടെ ആ ഒരു ഗുണ്ട ഉണ്ടല്ലോ, കമാൽ എന്ന പേരുള്ള ഒരാള് ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ആ പുള്ളി നമ്മുടെ ഭൂമിനെ ഒരുപാട് ദൂരം ഇങ്ങനെ ഓടിക്കുന്നതായിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. അതായത് കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ അച്യുതൻ കാണുന്നത്. അപ്പൊ ഭൂമി ഓടി രക്ഷപ്പെട്ട് അയാളിൽ നിന്ന് ഓടി ഓടി അകലും തോറും ഭൂമി പുറകുവശത്ത് ഈ കമാലിന്റെ കയ്യിലിരുന്ന ഒരു കത്തി കമാൽ ഇങ്ങനെ എറിയണതും അത് കറക്റ്റ് ഭൂമിയുടെ പുറകിൽ വന്ന് ആ കത്തി തറയാണ്. ആ ഒരു സീന് ഇങ്ങനെ കാണിക്കുന്നതോടുകൂടി നമ്മുടെ അച്യുതൻ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അച്യുതൻ ഒരു സ്വപ്നം കണ്ടതായിരുന്നു. ആ ഒരു സീനിലാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. അപ്പൊ അങ്ങനെ ആ പേടിക്കുന്ന ആ ഒരു സ്വപ്നം കണ്ട് അച്യുതൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അച്യുതൻ അംബികയെ നോക്കിയാണ്. അപ്പൊ അംബിക വലിയ കുഴപ്പമില്ല, അംബിക ഉറക്കത്തിലാണ്. അംബിക ഈ ഞെട്ടി എഴുന്നേക്കുന്ന ഒച്ചയും കാര്യങ്ങളൊന്നും കേട്ടില്ല. ഇതിന്റെ അച്യുതന് ഒരു സമാധാനം ഇല്ല. തന്റെ മകൾ ഉറങ്ങുകയാണോ, തന്റെ മകൾ എവിടെ ആയിരിക്കും, ഇനി അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയപ്പാട് നമ്മുടെ അച്യുതന്റെ ഉള്ളിൽ വരെയാണ്. അങ്ങനെ അച്യുതൻ നേരെ ഡോറ് തുറന്ന് അവരെ റൂമിൽ നിന്ന് ഇറങ്ങി ഭൂമി കിടക്കുന്ന റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ഭൂമിയുടെ ഡോറ് തുറന്നിട്ട് ഭൂമി കിടന്ന് ഉറങ്ങുന്ന നോക്കി ആ കട്ടിലിന്റെ അരികിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു വല്ലാത്തൊരു ഭയം അച്യുതനെ വല്ലാണ്ട് ഇങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഒരു പക്ഷെ അച്യുതന് തന്നെ അറിയാം അച്യുതൻ എന്തോ ഒരു അസുഖം ഉണ്ട് എന്നുള്ള കാര്യം അച്യുതന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതൊക്കെ കൊണ്ടാണോ എന്നറിയില്ല, തന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, തന്റെ മകള് എനിക്കും അംബികയ്ക്കും നഷ്ടപ്പെട്ട് അവള് പോകുമോ, അവളുടെ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമോ എന്നൊക്കെ ഇത്രയും വർഷം വളർത്തി വലുതാക്കി ഈ ഒരു ഇതിലോട്ട് ഇത്രയും സ്നേഹവും ലാളനവും ഒക്കെ കൊടുത്ത് വളർത്തിയ തന്റെ മകള് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയപ്പാടാണ് അച്യുതനെ വല്ലാണ്ട് അങ്ങ് ആക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ എഴുന്നേക്കാണ്. അപ്പൊ നമ്മുടെ അംബിക ചായയൊക്കെ ഇട്ട് അച്ഛനും മോക്കും കൊടുക്കാനായിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഭൂമി ചെന്നിട്ട് അംബികയുടെ അടുത്ത് ഒന്ന് ചൊറിയാൻ ചെല്ലണതാണ്. അതെ, ഞാനും അച്ഛനും പോകുന്നത് ഓർത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അതായത് ഈ അസൂയ കുശുമ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം അംബിക ഒന്നും മിണ്ടില്ല കേട്ടോ. അല്ല, ഞാൻ അച്ഛനെയും കൊണ്ട് കറങ്ങാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ അമ്മ ഒരുവിധം പോയിട്ടുള്ളതാണ്. എന്നാലും അമ്മയ്ക്ക് ഇച്ചിരി കുശുമ്പ് കുന്നായ്മ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് പറയും. അപ്പോഴേക്കും അംബിക ചോദിച്ചേ, നിന്നോട് അച്ഛനെയും കൊണ്ടൊന്ന് മനസ്സിന് റിലാക്സേഷൻ കിട്ടാൻ പുറത്തൊക്കെ പോകാൻ പറഞ്ഞത് ആരാടി? അപ്പം ഭൂമി പറഞ്ഞു അമ്മ. എന്നിട്ട് എന്നോടാണോ നീ എനിക്ക് കുശുമ്പുണ്ടോ എന്ന് ചോദിക്കുന്നേ? ദേ, എന്റെ വായിരിക്കുന്ന കേൾക്കാണ്ട് വേഗം അച്ഛനെയും കൂട്ടി ഒന്ന് പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെ വാന്ന് പറയും. അപ്പോഴേക്കും ഭൂമി ചിരിച്ചുകൊണ്ട് അങ്ങ് പോകാൻ കേട്ടോ. എന്നിട്ട് അംബിക കൊണ്ടുവന്ന് അച്യുതന് ചായയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അച്യുതൻ റെഡി ആയിട്ട് വരികയാണ്. അപ്പൊ ആ ഭൂമി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു കോള് വരികയാണ്. അതായത് നമ്മുടെ CCTV കാറിന്റെ ഇത് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നതാണ്. അപ്പം വർക്ക്ഷോപ്പിൽ ആ പയ്യൻ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ചേച്ചി ഈ വണ്ടി നന്നാക്കണോന്ന് ചോദിക്കും. അപ്പം ഭൂമി പറയും, അതെന്താ, അത് നന്നാക്കാനല്ലേ തന്നത്? അല്ല ചേച്ചി, ഇതിന്റെ ആയുസ് തീരാറായി. അത് കേട്ടപ്പം ഭൂമിക്ക് ഭയങ്കര ഒരു വിഷമായി പോയി. അപ്പം ഭൂമിക്ക് ദേഷ്യം വന്നു. ആയുസ് തീരാറായെന്ന് താനാണോ തീരുമാനിക്കുന്നത്? അല്ല ചേച്ചി, ഇതിന്റെ എല്ലാം പോയി കിടക്കാം, വെറുതെ പൈസ കളയണോന്ന് കരുതിയിട്ട് ചോദിച്ചതാ. താനല്ലല്ലോ, ഞാനല്ലേ പൈസ മുടക്കണം, താൻ അതങ്ങോട്ട് ശരിയാക്കുക. ആയുസ് കളയാറായി, ആയുസ് തീരാറായി. അപ്പോഴേക്കും ഭൂമി എന്നിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. അപ്പം അച്യുതം ഒന്നും മിണ്ടുന്നില്ല. ഭൂമിക്ക് അങ്ങനെ, കാരണം എന്ന് വെച്ചാൽ തന്റെ അച്ഛൻ അത്രയും വിലപ്പെട്ടതാണ് ആ കാർ എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ആയുസ് തീരാറായെന്ന് കേട്ടപ്പോ ഭൂമിക്ക് ദേഷ്യം വന്നതാ. അപ്പൊ അംബിക ചോദിച്ചു, എന്താ പെട്ടെന്ന് നമ്മള് ദേഷ്യപ്പെട്ടത്? അപ്പം അച്യുതൻ പറയാം, അതെ, ആ കാറ് നിങ്ങളുടെ വർഷാപ്പുരം വിളിച്ചിട്ട് പറഞ്ഞു ആ കാറ് നന്നാക്കണോ, അതിന്റെ ആയുസ് തീരാറായെന്ന് പറഞ്ഞു. അപ്പൊ അംബിക പറഞ്ഞു, അതിന് ഇനി അവന്റെ അടുത്ത് ചൂടാവണ എന്തിനാ, അത് നമുക്ക് ഇനി അറിയില്ല അതിന്റെ ആയുസ് തീരാറായെന്ന്. അപ്പൊ അച്യുതൻ പറഞ്ഞു, അവക്ക് അത് ദേഷ്യം വന്നു എന്ന് പറഞ്ഞു.
അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് ഭൂമി അച്ഛന്റെ ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ടാണ് പോണത്. കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ട്രിപ്പ് ആണെങ്കിലും അഥവാ എന്തെങ്കിലും പെയിനോ ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്ന് കൈ കരുതുന്നത് നല്ലതല്ലേ. അങ്ങനെ അതൊക്കെ എടുത്ത് അമ്മയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടെ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ പോവാണ്. അപ്പം ഇതേ സമയം ഇവര് ഇറങ്ങുന്നതൊക്കെ എല്ലാം നിരീക്ഷിച്ചു കൊണ്ട് നമ്മുടെ കമാല് ഗുണ്ട അവിടെ നിൽക്കുകയാണ് കേട്ടോ. മാറി ഇവരെ വീടിന്റെ കുറച്ച് മാറി ഒരു റബ്ബർ തോട്ടം പോലെയുള്ള സ്ഥലത്ത് ഇവര് പോകുന്നതും ഇവര് ഇറങ്ങുന്നതൊക്കെ നോക്കി മനസ്സിലാക്കി ഇവരെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കമാല്. അങ്ങനെ ഇവര് പോയി കഴിഞ്ഞിട്ട് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ സൗഭാഗ്യ ഭവനാണ്. സൗഭാഗ്യ ഭവനിലെ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ ഭവാനിയും അതുപോലെ തന്നെ മാധവനും സംഗീതയും നമ്മുടെ സത്യദാസ് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി അവരോട് എല്ലാവരുടെ അടുത്തും കൂടെ ആയിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇനി നമ്മുടെ അജയുടെയും അഞ്ജനയുടെയും വിവാഹ നിശ്ചയം അധികം നീട്ടണ്ട, ഒരുപാട് നീട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നിങ്ങനെ മുത്തശ്ശി പറയണം. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. ഭവാനിക്ക് അതിനേക്കാളേറെ സന്തോഷമായി. താൻ ഉദ്ദേശിച്ച കടമ്പിനോട് അടുക്കുന്നുണ്ട് വള്ളം എന്നുള്ള രീതിയിൽ എല്ലാം വിചാരിച്ച പോലെ തന്നെ സാധിച്ചെടുക്കും. അഞ്ജനയുടെ വിവാഹം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വത്തുക്കളെല്ലാം തന്നിൽ വന്നു ചേരും. തന്റെ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്തവരോട് തനിക്ക് പകരം വീട്ടാൻ കിട്ടുന്ന അവസരമാണ്. അതിന് തന്റെ മകളെ മുൻനിർത്തി കളിക്കുന്ന ഒരു രംഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി എല്ലാവരോടും കൂടെ ഇരുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചോദിക്കണേ. അപ്പൊ മാധവനോട് പറയും, അല്ല മാധവ, ഇനിയിപ്പോ നിന്റെ മകന് ഭവാനിയുടെ മകളെ കല്യാണം കഴിച്ച് തരുന്നതിന് എന്താ സ്ത്രീധനം വേണ്ടിയെന്ന് ചോദിക്കും. അപ്പൊ മാധവനും സംഗീതം പെട്ടെന്ന് അങ്ങ് വല്ലാണ്ടായി പോവാണ്. കാരണം അമ്മ എന്താ അങ്ങനെ ചോദിച്ചത്? അഞ്ജന എന്ന് പറയണത് നമ്മുടെ കുടുംബത്തിലെ കുട്ടിയല്ലേ, അങ്ങനെ അവളെന്നോ അജയെന്നോ അഞ്ജനയെന്നോ അങ്ങനെ ഒരു തിരിവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം എന്തിനാ അമ്മയെന്ന് ഇങ്ങനെ, അമ്മ എന്താ ഇങ്ങനത്തെ ടോക്കൊക്കെ അടിക്കണേന്ന് മാധവൻ ചോദിക്കും കേട്ടോ. അപ്പം മുത്തശ്ശി പറയാം, അതുകൊണ്ടല്ല. കാരണം എന്ന് വെച്ചാൽ നിലവിൽ നോക്കുകയാണെങ്കിൽ ഭവാനിക്കും അഞ്ജനയ്ക്കും ഭൂസ്വത്തുകൾ കുറച്ച് കുറവുണ്ട്. അപ്പം അതിന്റെ ഒരു കുറവ് ഇനി നാളൊരു കാലം സംസാരത്തിന് ഇടവരരുത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണെന്ന് പറയും കേട്ടോ. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും സംഗീത പറയാം, അമ്മ എന്തൊക്കെയാ ഈ പറയണത്? നമ്മുടെ മോളല്ലേ അവള്, അവൾക്ക് അങ്ങനെ ഒരു കുറവ് കൂടുതൽ നമ്മൾ അങ്ങനെ നോക്കുവോ? അതല്ല സംഗീത, അതിലും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണെങ്കിലും എന്ത് വേണമെങ്കിലും അവളുടെ പേരിന് എഴുതി തരും. അതൊന്നും ഒരു വിഷയമുള്ള കേസേ അല്ല എന്നുള്ളത് അവരെല്ലാവരുടെയും മുമ്പിൽ തന്നെ നമ്മുടെ സൗഭാഗ്യമ്മ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സത്യദാസിന്റെ അടുത്ത് പറയും, സത്യ, നീ വേണം അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. കാരണം സാഗർ ഇല്ലാത്തതിന്റെ ഒരു കുറവ് അവൾക്ക് അറിയരുത്. അപ്പോ സത്യ അങ്ങനെ ഒരു ഒരു ഒഴുക്കമട്ടിൽ നിന്നപ്പോ ഭവാനിയുടെ മുഖം അങ്ങ് മാറിയാണ്. പക്ഷെ ഭവാനി മനസ്സിലോർത്തു, ഈ സമയം ഞാൻ ഒന്നും പറയരുത്, കാരണം എന്റെ ലക്ഷ്യം ഈ കല്യാണം എങ്ങനെയും നടക്കുക എന്നുള്ളതാണ്. ഈ സമയത്ത് സത്യം നിൽക്കുന്നതിൽ എതിർപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ നമ്മൾ അത് ഒരു വിഷയമാക്കാൻ നിൽക്കണ്ട എന്ന് ഭവാനി ചിന്തിക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സൗഭാഗ്യ അമ്മ പറയും, അതെ, സത്യ എല്ലാ കാര്യങ്ങളും നിൽക്കും. ഭവാനി, നിനക്കതൊരു ഇഷ്ടക്കുറവാകും എന്നുള്ളത് കൊണ്ടാണ് അവൻ ഒരു ഇച്ചിരി ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. അപ്പൊ ഭവാനി പറയും, അമ്മ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചോളൂ എന്ന് പറയും കേട്ടോ. അപ്പം സൗഭാഗ്യമ്മ പറയും, എന്തായാലും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയാണ് ഞാൻ, എത്രയും പെട്ടെന്ന് അജയുടെ അഞ്ജനയുടെയും വിവാഹം നടത്തണമെന്ന് പറയുന്നുണ്ട്. ജ്യോത്സ്യനെ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നീ അഭിരാമിയുടെ സ്ഥാനത്ത് അഞ്ജനയെ കണ്ട് എല്ലാ കാര്യങ്ങളും മംഗളമാക്കാൻ നീ അതായത് പെൺവീട്ടിന്റെ മുഖ്യ ആളായിട്ട് തന്നെ, അതായത് അഞ്ജനയുടെ കുടുംബമായിട്ട് നിന്ന് വേണം ഇതെല്ലാം ചെയ്യാൻ. പെൺകുട്ടിയുടെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നീ ചെയ്യണമെന്ന് പറയാം. അപ്പോഴേക്കും സത്യ പെട്ടെന്ന് മോളുടെ ആ ഓർമ്മകളിലോട്ടൊക്കെ അങ്ങോട്ട് പോവേണ് കേട്ടോ. അപ്പൊ സംഗീത പറ, അമ്മേ, ഏട്ടൻ മനസ്സ് വിഷമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ സൗഭാഗ്യമ്മ സത്യേനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട്, നിന്റെ മനസ്സ് കാണാത്ത ആളല്ല അമ്മ, എല്ലാം ശരിയാവും. എന്റെ കണ്ണടയുന്നതിന് മുന്നേ നിന്റെ ഭാര്യയും നമ്മുടെ കുഞ്ഞുമോളും, അതായത് നിന്റെ മകളും ഇവിടെ എത്തും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ഭവാനി മനസ്സിലോർക്കും, ആ കാര്യം ഓർത്താണ് നിങ്ങളുടെ ജീവൻ പോവാതിരിക്കണമെങ്കിൽ അമ്മ, അത് വെറുതെയാ. കാരണം ഇനി അവരൊരിക്കലും ഈ സൗഭാഗ്യപുരത്തോട്ട് കാലുകുത്തില്ല, അവര് ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എന്നൊരു ചിന്ത ഭവാനി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് ജ്യോത്സ്യം വരുന്നുണ്ട്. അങ്ങനെ ജ്യോത്സ്യം ജാതകവും കാര്യങ്ങളൊക്കെ നോക്കി, അപ്പം 10ൽ 8 പൊരുത്തം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ എല്ലാവർക്കും സന്തോഷവും. അപ്പം അജയ് വരെയാണ്, അജയ് പുറത്തു പോയിട്ട് വരുന്ന സമയമാണ്. അപ്പൊ ഇവിടെ എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ അഞ്ജനയുടെ കല്യാണ തീയതി, നിശ്ചയ തീയതിയൊക്കെ തീരുമാനിക്കണമെന്ന് പറയും. അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ജനയായിട്ട് സംസാരിച്ചപ്പോൾ അഞ്ജനയ്ക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു, മുത്തശ്ശിയോട് പറയാന്ന് പറഞ്ഞു.
അങ്ങനെ ഒരു കാര്യം അഞ്ജന എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ മോനേന്ന് മുത്തശ്ശി പറയണ്. അപ്പം ഭവാനി അഞ്ജനേനെ വിളിക്കാണ്. അങ്ങനെ അഞ്ജനേനെ വിളിക്കുന്ന സമയത്ത് ഭവാനി പെട്ടെന്ന് തന്നെ വിളിച്ചു അങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ ഭവാനിയുടെ മുഖത്തൊരു ചിരിയാണ്. അജയ് ഇപ്പം പ്രതീക്ഷിച്ചതുപോലെ ചിലപ്പോ അഞ്ജന വന്നിട്ട് എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ല മുത്തശ്ശി എന്ന് പറയൂ എന്നുള്ള രീതിയിലാണ് അജയ് ഇരിക്കുന്നത്. പക്ഷെ അഞ്ജന ആരാ മോള്? ഭവാനിയുടെ മോളല്ലേ? വന്നിട്ട് പറയും, മുത്തശ്ശി കഴിഞ്ഞ ദിവസം ഞാനും അജയും തമ്മിൽ ഒരു കോഫി ഷോപ്പിൽ വെച്ച് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് പറയാം. അപ്പൊ അജയ് ഇപ്പൊ തന്നെ അഞ്ജന പറയും എനിക്ക് ഈ കല്യാണത്തിന് അഞ്ജനയ്ക്ക് ഇഷ്ടമില്ല എന്ന് മുത്തശ്ശിയോട് പറയുമെന്ന്. പക്ഷെ അഞ്ജന പറഞ്ഞ എന്താണെന്നറിയാവോ? അജയുടെയും എന്റെയും വിവാഹം നടന്നില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ എല്ലാരും കൂടെ ചിരിക്കാട്ടോ. എന്ത് പറയും, എന്റെ കുഞ്ഞുനാള് മുതലേ ഈ അജയ്ക്ക് ഇഷ്ട, എനിക്ക് ലവ് സിമ്പിൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് അയക്കും മുത്തശ്ശി. അത് മാത്രമല്ല പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മുടെ അജയ് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് കാശ്മീരിൽ വേണമെന്നൊക്കെ ഡിസൈഡ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ വെഡിങ് ഡ്രസ് കോഡ് വരെ ഞങ്ങൾ തീരുമാനിച്ചു മുത്തശ്ശി എന്നൊക്കെ പറയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊക്കെ ചിരി വരാട്ടോ. അപ്പം അജയ് പറയും, അല്ല മുത്തശ്ശി എനിക്ക് പറയാനുള്ളതും കൂടെ കേക്ക്, നീ ഒന്നും മിണ്ടാതിരിക്കുക അജയ് എന്ന് മുത്തശ്ശി പറയട്ടോ. കാരണം അജയ്ക്ക് സംസാരിക്കാനുള്ള ഒരു വോയിസ് മുത്തശ്ശി അവിടെ കൊടുക്കുന്നില്ല. അപ്പോഴേക്ക് അഞ്ജന തകർത്തങ്ങോട്ട് കുറെ ഡയലോഗ് അങ്ങ് അടിച്ചു വിടാണ് കേട്ടോ. അവസാനം അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അജയ്ക്ക് ഒരു വോയിസും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ അജയിനെ മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചില്ല, മുത്തശ്ശി പോലും. അങ്ങനെ അത് ആ ഒരു സീനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്യുതനും അതോടൊപ്പം തന്നെ ഭൂമിയും ഒരുമിച്ച് അച്ഛനും മകളും തമ്മിലുള്ള കുറച്ച് നിമിഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഭൂമി ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവരൊരുമിച്ചുള്ള ആ ഒരു അച്ഛന്റെയും മോളുടെയും ആ ഒരു സ്നേഹത്തിന്റെ ഒരു വൈബൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇടയ്ക്ക് അച്യുതന്റെ മൂക്കിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അപ്പൊ ഭൂമി കാണാണ്ട് അച്യുത അത് തുടച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്ന സീനാണ്. ഇവരെ രണ്ടുപേരെയും ഫോളോ ചെയ്ത് കമാല് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഐസ്ക്രീം മേടിച്ചിട്ട് ഭൂമി ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കമാല് ചെന്ന് ഭൂമിയായിട്ട് മുട്ടുമ്പോ ഭൂമി ജസ്റ്റ് ഒന്ന് വീഴാനായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഭൂമിയുടെ മുടി അങ്ങ് മാറിക്കഴിയുമ്പോ തോളത്ത് ഒരു കറുത്ത മറുക്. അത് ഭവാനി കമാലിനോട് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു പാടുണ്ടെങ്കിൽ അത് അഭിരാമി ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമാല് ഭൂമിയായിട്ട് ഒരു ഷോൾഡർ തമ്മിലൊന്ന് മുട്ടി വീഴാനുള്ള ഒരു സീൻ ഉണ്ടാക്കിയത്. അതോടുകൂടി കമാലിന് ഉറപ്പായി ഇത് അഭിരാമി തന്നെയാണ്, മേഡ ഏൽപ്പിച്ച കുട്ടി തന്നെയാണെന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അഭിരാമി വിളിച്ചു പറയുന്ന മേഡ സംശയിച്ചതുപോലെ ഇത് അച്യുതന്റെ മകളൊന്നും അല്ല, ഇത് മേഡം ഏൽപ്പിച്ച ആ കുട്ടി തന്നെയാണ്. ആ മറുക് കറക്റ്റ് ആയിട്ട് ആ തോളത്ത് ആ സൈഡിൽ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നുള്ളതൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ആ ഒരു സീനോട് കൂടി ഭവാനി അറിയുന്ന ആ ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. അപ്പൊ ഇനിയിപ്പോ നാളെ വരുന്നത് നമ്മുടെ ഈ അഞ്ജന പോലീസ് സ്റ്റേഷനിൽ വന്ന് അജയായിട്ടൊക്കെ കിടന്ന് സൊള്ളാൻ നോക്കും. ആ സമയത്ത് ഭൂമി വരുന്നതും ഭൂമി അഞ്ജനയും തമ്മിൽ ഒരു അറ്റാക്ക് നടക്കാനും അതിന് അജയ് ഒരു വളം വെച്ച് കൊടുക്കുകയാണ് ഭൂമിക്ക്. ഭൂമി ഡയറക്റ്റ് തന്നെ അഞ്ജനയുടെ അടുത്ത് പറയും, അജയ് എന്റെ ആണെന്നും ഞാൻ അജയുടെ ആണെന്നും നമ്മൾ തമ്മിൽ ഒരു അഫെയർ ഉണ്ടെന്ന് എന്ന കാര്യമൊക്കെ അഞ്ജനെ അറിയിക്കുന്ന സീനൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ സുമി മൂഫാസ് മനസ്സിൽ എന്ന ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ വെക്കുക. ഈ ചാനലിൽ ഞാൻ 2 സീരിയൽ പ്രൊമോ ഇടുന്നുണ്ട്. കാറ്റത്തെ കിളിക്കൂട് കൃത്യം 7 മണിക്ക് വൈകിട്ട് ഇടുന്നുണ്ട്. ഈ സീരിയൽ 1 മണിക്കുമാണ് ഇടുന്നത്, ഇവർ വിവാഹിതരായാൽ. അപ്പൊ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ.